ഇനി പരാതി പ്രളയത്തിലൊരു ശാസ്ത്രമേള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൻ്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി സെക്യൂരിറ്റി കരാർ എടുത്ത സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിലെന്ന് റിപ്പോർട്ട്. 1.5 മാസത്തെ കരാറിൽ ASR സെക്യൂരിറ്റി ഏജൻസിക്ക് സംഘാടകർ നൽകാനുള്ളത് 57 ലക്ഷം രൂപ. പ്രതിഫലം കിട്ടാതെ വന്നതോടെ വീട് ജപ്തി ഭീഷണിയിലെന്ന് ഉടമ ശങ്കർലാൽ 24-നോട്. 24 അന്വേഷണ പരമ്പര തുടരുകയാണ്. ശാസ്ത്രീയ തട്ടിപ്പ്. 18 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുഹൃത്തുക്കളായ ശങ്കർലാലും സുകേഷ് കുമാറും ചേർന്ന് തുടങ്ങിയതാണ് ASR സെക്യൂരിറ്റി ഏജൻസി. തുടക്കക്കാർ എന്ന നിലയിൽ കിട്ടിയ മികച്ച അവസരമായിരുന്നു GSFK. 230-ലധികം സെക്യൂരിറ്റി ഗാർഡുകളുമായി രാവും പകലും പണിയെടുത്തു. കരാർ പ്രകാരമുള്ള 62 ലക്ഷം രൂപയിൽ ആകെ കിട്ടിയത് 5 ലക്ഷം. പിന്നെ ഈ 230 ആൾക്കാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, രാവെന്നോ പകലെന്നോ ഇല്ലാതെ പല ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, പൂട്ടേണ്ടി വന്നു. ഇപ്പോൾ ടെമ്പററി ആയിട്ട് സ്ഥലത്താണ് ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇപ്പം മാനസികമായിട്ട് ശരീരമായിട്ട് തളർന്നു. കാര്യം വീട് ജപ്തിയായി. അത് കഴിഞ്ഞിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു. പിന്നെ അങ്ങനെയൊക്കെ മാനസികമായിട്ട് തളർന്നു. അപ്പോൾ ഈ ഫണ്ട് ഇനി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല. സത്യത്തിൽ മാസങ്ങളായി കിട്ടാനുള്ള പണത്തിന് വേണ്ടി ഓടിമടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ വീട്ടിൽ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്നും ഏജൻസി ഉടമ 24-നോട്. അത്രയും സ്ട്രഗിളിങ്ങിലാണ്. ബുദ്ധിമുട്ട് സത്യം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട് വിട്ടേ പോകണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട്. അപ്പോൾ എന്നാലും മാക്സിമം ആൾക്കാരുടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല. പിന്നെ നമ്മൾ മനസ്സ് കൈവിട്ട് പോകുന്ന ചില സമയമുണ്ട്. അത് ആർക്കും പറയുന്നത് മനസ്സിലാവത്തില്ലത്. അപ്പോൾ ഈ ഫണ്ട് ഇനി ആര് വാങ്ങിത്തരും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. സയൻസ് ഫെസ്റ്റിന്റെ സംഘാടകരോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: സാർ, ഫണ്ടിൻ്റെ കാര്യം എന്തായി സാർ? ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, മീഡിയ വരുന്നു. സാർ, ദയവ് ചെയ്ത് നമ്മൾ ആത്മഹത്യയിലോട്ട് സാറ് ചെയ്യിക്കരുത്. കാരണം നമുക്കിത് ഫണ്ട് വേണം. കാര്യം ഫണ്ടില്ലാതെ നമുക്ക് രക്ഷയില്ല. കേരളത്തിൽ സംരംഭം തുടങ്ങി 100 കണക്കിന് പേർക്ക് തൊഴിൽ നൽകിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ശങ്കർലാലിനെ പോലുള്ളവരെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത് GSFK സംഘാടനത്തിലെ കെടുകാര്യസ്ഥത ഒന്ന് മാത്രമാണ്. അതിൽ സർക്കാരിനും പങ്കുണ്ട്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.